ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൈറോയിഡ് രോഗത്തിന് ഒരു ഉത്തമ ഒറ്റമൂലി എന്ത്? ഉത്തരം: കടുക്കാത്തോട് ശർക്കര ചേർത്തരച്ച് ചിറ്റാമൃതി നീരിൽ കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മെലിഞ്ഞ പെൺകുട്ടികൾക്ക് ശരീരപുഷ്ടിക്ക് പ്രകൃതി ദേവിയുടെ വരദാനം എന്ന് പറയുന്ന ഔഷധ സസ്യമേത്? ഉത്തരം: നാഗത്താളി. അമാവാസി കഴിഞ്ഞ് വെളുത്തുവ വരെയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ് കുടിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രമേഹ രോഗത്തിനെ നിയന്ത്രിക്കാൻ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ഔഷധക്കൂട്ടുകൾ ഏതൊക്കെ? ഉത്തരം: നെല്ലിക്ക, മഞ്ഞൾ, ചക്കരക്കൊല്ലി, കരിഞ്ജീരകം, ഉലുവ, ഞാവൽപ്പഴത്തിന്റെ വിത്ത് എന്നിവ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അമിതഭാരമോ കുടവയറോ ഉള്ളവരിൽ എന്ത് പ്രശ്നം വരാൻ സാധ്യത? ഉത്തരം: ഹെർണിയ അഥവാ കുടലിറക്കം, കുടൽവീക്കം എന്ന രോഗം വരാൻ സാധ്യത. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹെർണിയ ശരീരത്തിൽ ഏത് ഭാഗത്താണ് രൂപപ്പെടാൻ സാധ്യത? ഉത്തരം: 73% ഹെർണിയയും നാഭിയുടെ അടിഭാഗത്താണ് രൂപപ്പെടാൻ സാധ്യത. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മൈഗ്രെയിൻ നിയന്ത്രിക്കാൻ സഹായകമായത് എന്ത്? ഉത്തരം: 60 ഗ്രാം ജീരകം പശുവിൻ പാലിൽ പൊടിച്ചിട്ട് കാച്ചി ദിവസവും രാവിലെ കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വൃക്കകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം: ബീറ്റ്റൂട്ട്, ബ്ലൂബെറി, ബ്രോക്കോളി, ചീര, ചിയാ സീഡ്, കാപ്സിക്കം എന്നിവ. ഇവയിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചുമയെ പ്രതിരോധിക്കാൻ ചില ഒറ്റമൂലികൾ ഏതെല്ലാം? ഉത്തരം: തേനും നെയ്യും കുരുമുളക് പൊടിച്ചതും ചേർത്ത് കഴിക്കുക. ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഇടിച്ച് നീരെടുത്ത് കഴിക്കുക. ശ്വാസം മുട്ടലിന് ഇത് നല്ലതാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഫം ഇളകിപ്പോകുന്നതിന് എന്താണ് പ്രതിവിധി? ഉത്തരം: 1 ടീസ്പൂൺ അയമോദകം പഞ്ചസാര ചേർത്ത് പൊടിച്ച് കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് പ്രയോജനമായത് എന്താണ്? ഉത്തരം: ക്യാരറ്റിന്റെ നീര് 4 ഔൺസ് ദിവസവും കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വൃക്കത്തകരാറ് മൂലം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: കാൽസ്യം ധാരാളം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുക, എല്ലുകൾ പൊള്ളയാകുക, അസ്ഥികൾക്ക് വേദന, പേശികളുടെ ബലക്ഷയം, തരിപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകൾക്ക് ശരീരത്തിൽ ഈസ്ട്രജൻ അളവ് കൂട്ടുന്നതിനും എല്ലുകൾക്ക് ബലത്തിനും എന്തിന്റെ ഉപയോഗം ഗുണം ചെയ്യും? ഉത്തരം: മാതളപ്പഴം ജ്യൂസ് കുടിക്കുന്നത് ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രമേഹ രോഗത്തെ ഉടൻ നിയന്ത്രിക്കുന്നതിന് ഉത്തമമായത് എന്താണ്? ഉത്തരം: പപ്പായ, ഞാവൽപ്പഴം ഇത് രണ്ടും കഴിക്കുന്നത് വളരെ ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രക്തത്തിലെ കൊഴുപ്പ് വേഗം കുറയ്ക്കുന്നതിന് എന്താണ് പ്രതിവിധി? ഉത്തരം: നെല്ലിക്ക, വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി എന്നിവ സമം ചേർത്തരച്ച് ആഹാരത്തിന്റെ കൂടെ കഴിക്കുക.
ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരചൂട് നിയന്ത്രിക്കാനും ഏത് പാനീയം ഉപയോഗിക്കുന്നത് ഉത്തമം? ഉത്തരം: ക്യാരറ്റ്, ആപ്പിൾ, മാമ്പഴം, പേരയ്ക്ക എന്നിവയുടെ ജ്യൂസ് മിശ്രിതം കുടിക്കുന്നത് ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, മറവി രോഗം തുടങ്ങിയവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചില ക്യാൻസർ സാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഉത്തരം: ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടർ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അമിതമായ മദ്യപാനം കൊളാജൻ ഉൽപ്പാദനം ശരീരത്തിൽ കുറയ്ക്കുന്നു. ഇതുമൂലം എന്ത് സംഭവിക്കാൻ സാധ്യത? ഉത്തരം: ചർമ്മത്തെ നിർജ്ജലീകരണം ചെയ്യുകയും ഇത് വേഗത്തിൽ വാർദ്ധക്യത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുളിയും മല്ലിയും ചേർന്നിട്ടുള്ള വെള്ളത്തിൽ ആന്റി ഓക്സിഡന്റുകൾ, പൊട്ടാസ്യം, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും? ഉത്തരം: സന്ധിവാതം, BP, കൊളസ്ട്രോൾ, പ്രമേഹം, ശരീരഭാരം കുറയ്ക്കാൻ, ദഹനം എന്നിവയ്ക്ക് ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം: ചീര, കൂൺ, ഗ്രീൻ പീസ്, വഴുതന, ക്യാബേജ് മുതലായവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായമായവരിൽ നട്ടെല്ലിന്റെ തേയ്മാനം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: നടുവേദന. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുരിങ്ങ ഇല കുമ്പളങ്ങ നീരിൽ ചതച്ചരച്ച് കഴിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും? ഉത്തരം: ആസ്മ രോഗത്തിന് ഔഷധമായി ഉപയോഗിക്കാം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.